ലോകത്ത് എപ്പോൾ യുദ്ധം നടന്നാലും നമ്മൾ കാണുന്ന ഒരേ ഒരു കാര്യം നാശം മാത്രമാണ്. പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളിലും നാശനഷ്ടം ഉണ്ടാകും. ഇതുകൂടാതെ ആളുകൾ മരിക്കുന്നു, അവസാനം രണ്ട് രാജ്യങ്ങളും തകർച്ചയിലേക്ക് പോകുന്നു. ഒരു യുദ്ധം ഉണ്ടായാൽ ലോകമെമ്പാടും സംഘർഷങ്ങളും ഉണ്ടാകും. ഓരോ യുദ്ധത്തിലും ആയുധങ്ങൾ കൂടുതൽ ഡെവലപ്പായി വരും. വിമാനാക്രമണങ്ങളിൽ പല കുടുംബങ്ങളും തകരും. ഇന്ന് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് തന്നെ നാളെ കിടന്നുറങ്ങുവാൻ കഴിയുമോ എന്ന് ഒരു വ്യക്തിക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. നാളെ എന്നൊരു ദിവസം ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉറപ്പുണ്ടാകില്ല. അതുകൊണ്ട് യുദ്ധം നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും അബദ്ധമായ കാര്യമെന്നാണ് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. യാഥാർത്ഥ്യം എന്നത് ഭീകരമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതായത് യുദ്ധം ഇത്ര മോശമാണെങ്കിൽ അതെന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? ഇതിന്റെ ഉത്തരം എന്നത് വളരെ ലളിതമാണ്. യുദ്ധം എന്നത് ഇന്ന് ബില്യൺ ഡോളറുകളുടെ ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ബിസിനസ് അല്ല. ലോകത്തിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിൽ ഒന്നാണ് യുദ്ധം ചെയ്യുക എന്നത്. ചിലർ അതിലൂടെ സമ്പാദിക്കുന്ന പണം നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന, അതായത് പണ്ട് പരസ്പരം രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിരുന്ന യുദ്ധത്തെ ബിസിനസ്സാക്കി ഇന്ന് മാറ്റിയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യവും ഏറ്റവും വലിയ ആയുധ വ്യവസായവും അവർക്കാണെന്നുള്ളത്, അതായത് അമേരിക്കയ്ക്ക്. ശരിക്കും അമേരിക്കയുടെ കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ യൂറോപ്പിനെ ആക്രമിച്ചപ്പോൾ ലോകം കരുതിയത് അമേരിക്ക അന്ന് യുദ്ധത്തിന് ഇറങ്ങുമെന്നാണ്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ അമേരിക്കയ്ക്ക് അന്ന് തീരെ താല്പര്യം ഉണ്ടായില്ല. അന്നും അവർക്ക് താല്പര്യം കച്ചവടത്തിലായിരുന്നു. അന്ന് അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് വളരെ ചെറുതായിരുന്നു. അതുപോലെ അവരുടെ സൈനിക ബലം ഇന്നത്തെ പോർച്ചുഗലിന്റെ അത്ര പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1941 ജപ്പാൻ അതിശക്തമായ രാജ്യമായി മാറുന്നത് നമ്മൾ ഹിസ്റ്ററിയിൽ കാണുന്നുണ്ട്. ജപ്പാൻ പല രാജ്യങ്ങളെയും ആക്രമിക്കുവാനും കീഴ്പ്പെടുത്തുവാനും ആ സമയത്ത് തുടങ്ങി. കൊറിയയിൽ തുടങ്ങി തായ്വാൻ, ചൈന, പിന്നീട് ദക്ഷിണേന്ത്യയുടെ പല രാജ്യങ്ങൾ, ഇങ്ങനെ ഓരോന്നായി ജപ്പാൻ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി മുന്നോട്ട് വന്നു. എന്നാൽ ജപ്പാന്റെ ഈ പ്രവൃത്തിയെ അമേരിക്ക തടയും. ജപ്പാന്റെ ഓയിൽ സപ്ലൈ ചെയിനുകൾ നിർത്തുവാൻ ശ്രമിക്കുകയാണ് അമേരിക്ക എന്ന് ചെയ്തത്. പക്ഷെ അതിനുള്ള മറുപടി ജപ്പാൻ 1941 അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ആ ദിവസമാണ് എല്ലാം മാറി മറിയുന്നത്, അല്ലെങ്കിൽ തകിടം മറിയുന്നത് എന്ന് പറയും. കാരണം അതുവരെ യുദ്ധത്തിലേക്ക് ഇറങ്ങുവാൻ മടിച്ചു നിന്നിരുന്ന അമേരിക്കയെ ജപ്പാൻ അക്ഷരാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. ആ സമയത്ത് അമേരിക്കക്ക് ജപ്പാനോട് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന സൈനിക ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജപ്പാനെ തോൽപ്പിക്കാൻ സർക്കാർ ഒരു വലിയ തീരുമാനം അമേരിക്കയിൽ എടുക്കുകയാണ്. അതായത് അമേരിക്കയുടെ ആയുധ നിർമ്മാണം വൻതോതിൽ ആരംഭിക്കുക. പക്ഷേ ഇവിടെ അമേരിക്ക നേരിട്ട വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ആയുധ നിർമ്മാണ മേഖലയിലേക്ക് പ്രൈവറ്റ് കമ്പനികൾ ഒന്നും തന്നെ കടന്നു വന്നില്ല. കമ്പനികൾക്ക് ഭയമായിരുന്നു. കാരണം ഈ തുടങ്ങിയിരിക്കുന്ന യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് കമ്പനികൾക്ക് അറിയില്ല. ഈ യുദ്ധം നീണ്ടുപോയാൽ ആയുധ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്ന കമ്പനികൾ അന്ന് തീർച്ചയായിട്ടും നഷ്ടത്തിലായിത്തീരും. ഇത് പരിഹരിക്കാൻ അമേരിക്ക കൊണ്ടുവന്നത് കമ്പനികൾക്കിടയിൽ ഒരു മാസ്റ്റർ സ്ട്രോക്കായി പിന്നീട് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതായത് ആയുധ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്ന കമ്പനികൾക്ക് ഗ്യാരണ്ടി പ്രോഫിറ്റ് കോൺട്രാക്റ്റുകൾ അമേരിക്ക വാഗ്ദാനം ചെയ്യുകയാണ്. കമ്പനികൾ ആയുധ നിർമ്മാണത്തിന് ചെലവഴിക്കുന്ന മുഴുവൻ പണവും സർക്കാർ തിരികെ നൽകും. അതുകൂടാതെ അതിന്റെ ലാഭവിഹിതവും കമ്പനികൾക്ക് അമേരിക്കൻ സർക്കാർ കൊടുക്കും. ഈ ഒരു കോൺട്രാക്റ്റിനെ കമ്പനികൾ നോക്കുമ്പോൾ ഈ ബിസിനസ്സിൽ നഷ്ടം അസാധ്യമാണ്, പക്ഷെ ലാഭം ഉറപ്പ് എന്ന് കമ്പനികൾക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പനികൾക്ക് ഒരു ജാക്ക്പോട്ടായി മാറിയെന്ന് വേണം പറയാൻ. അങ്ങനെയാണ് ഇന്ന് നാം അറിയപ്പെടുന്ന ഫോർഡ്, ജനറൽ മോട്ടോഴ്സും ബോയിങ്ങും എല്ലാം യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. ഫോർഡിന്റെ തീരുമാനം ബോംബറുകൾ നിർമ്മിക്കുക എന്നായിരുന്നു. എന്നാൽ ജനറൽ മോട്ടോഴ്സ് അമേരിക്കയ്ക്ക് വേണ്ടി ടാങ്കുകളാണ് യുദ്ധത്തിൽ നിർമ്മിച്ചു നൽകിയത്. ഇതുകൂടാതെ ബോയിങ് എന്ന് പറയുന്ന കമ്പനി അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു നൽകാൻ തുടങ്ങി. അമേരിക്കയിലെ പ്രൈവറ്റ് കമ്പനികൾ ഇത്തരത്തിൽ ആയുധം നിർമ്മിച്ചപ്പോൾ അമേരിക്കൻ സർക്കാർ മാൻഹാട്ടൻ പ്രോജക്ട് വഴി ആറ്റം ബോംബ് നിർമ്മിച്ചെടുത്തു. ഇതുവഴി 1945 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയെ നാഗസാക്കി ആക്രമിക്കുകയും അതോടുകൂടി യുദ്ധം അവിടെ അവസാനിക്കുകയും ചെയ്തു. എല്ലാവരും കരുതിയത് ഇനി ലോകത്തിൽ സമാധാനം വരും എന്നായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ 40% ഡിഫൻസ് മേഖലയെ ആശ്രയിക്കേണ്ടി വന്നു. കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം 17 മില്യൺ ആളുകളാണ് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ആ സമയത്ത്. അതുകൊണ്ടാണ് ഇന്നും അമേരിക്ക ലോകരാജ്യങ്ങൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയ ഒരു കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അമേരിക്കയിലെ ആയുധ നിർമ്മാണം അവിടുത്തെ പൗരന്മാർക്ക് ധാരാളം ജോലികൾ നൽകുന്നു. ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന പൗരന്മാർ അവരുടെ വോട്ടുകൾ നൽകി സർക്കാരുകളെ അധികാരത്തിലെത്തിക്കുന്നു. ഇതൊരു സൈക്കിളായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. നിങ്ങൾ പലപ്പോഴും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും. ആ വേർഡ് തുടങ്ങുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അതായത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാൽ അതൊരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ ആണെന്ന് വേണം പറയാൻ. അതായത് ഒരു അവസാനമില്ലാത്ത സൈക്കിൾ എന്ന് വേണം പറയാൻ. അതായത് കമ്പനികൾ രാഷ്ട്രീയക്കാരെ ഇലക്ഷന് വേണ്ടി ഫണ്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ഇലക്ഷൻ ജയിച്ചു വരുന്ന രാഷ്ട്രീയക്കാർ അവരെ ഫണ്ട് ചെയ്ത കമ്പനികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ മിലിറ്ററി ബഡ്ജറ്റ് ഉയർത്തി കൊടുക്കുന്നു. ഇങ്ങനെ ഉയർത്തും ഫണ്ട് എടുത്ത് എലക്ട് ചെയ്യപ്പെട്ട സർക്കാരുകൾ ആയുധ നിർമ്മാണത്തിനായി വീണ്ടും കമ്പനികൾക്ക് പണം നൽകുന്നു. ഇങ്ങനെയാണ് ഈ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് അമേരിക്കയിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നീട് യുദ്ധങ്ങൾ ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ അറിഞ്ഞോ അറിയാതെയുള്ള ആവശ്യമായി മാറുകയാണ്.
സോവിയറ്റ് യൂണിയനുമായി കോൾഡ് വാറിൽ അമേരിക്ക പ്രൊപ്പഗണ്ടകൾ വഴി ജനങ്ങളുടെ മനസ്സ് മാറ്റി വിയറ്റ്നാമിൽ അമേരിക്ക ഏകദേശം 20 കൊല്ലത്തോളം യുദ്ധം ചെയ്തു. ഈ 20 കൊല്ലത്തോളം വിയറ്റ്നാമിൽ നീണ്ടുന്ന യുദ്ധം $1 ബില്യൺ ബിസിനസ്സാണ് അമേരിക്കയ്ക്ക് അന്ന് നൽകിയത്. സമാധാനം ഇല്ലെങ്കിലും ആയുധ നിർമ്മാണ കമ്പനികൾ വലിയ ലാഭങ്ങൾ ഈ യുദ്ധങ്ങളിൽ കൊയ്തു. ഇതിനുശേഷം ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ഉക്രൈൻ തുടങ്ങി യുദ്ധം നടന്ന എല്ലായിടത്തും അമേരിക്കയുടെ എവിടെയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ വലിയ ആയുധ കച്ചവടം നടത്തുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ഇതുവരെ പറഞ്ഞ അനുസരിച്ച ഡാറ്റ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അത് വേറൊന്നുമല്ല, യുദ്ധം നടത്തിയാൽ ലഭിക്കുന്ന പണമാണ്. സാധാരണ നിങ്ങൾ ഒരു ബിസിനസ്സിൽ നിക്ഷേപിച്ചു നോക്കൂ, നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 30% മാത്രമായിരിക്കും. എന്നാൽ ഡിഫൻസ് കമ്പനികളുടെ ലാഭം അതിനേക്കാൾ എത്രയോ മുകളിലാണ്. ഡിഫൻസ് മേഖലയിൽ ഇന്ന് $1 ചിലവഴിച്ചാൽ പോലും ലക്ഷങ്ങൾ തിരിച്ചു കിട്ടുന്ന മേഖലകളുണ്ട്. അതുകൊണ്ട് യുദ്ധം നിർത്തുവാൻ ചില ആളുകൾക്ക് ഇപ്പോഴും താല്പര്യമില്ല. കാരണം യുദ്ധം എന്നാൽ ലാഭം എന്നാണ് അർത്ഥം. ഇത് അമേരിക്കൻ ആയുധ വ്യവസായത്തിന്റെ കഠിനമായൊരു മുഖമാണ്.